നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറെന്റ് ത്രെഡ് ഫോംസുകളെ പറ്റിയാണ്. സ്ക്രൂ ത്രെഡിന്റെ ഡിഫറെന്റ് ഫോംസുകളെ പറ്റിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഡിഫറെന്റ് ഫോംസുകളെ പറ്റിയിട്ട്. അതിന്റെ പ്രൊഫൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ആപ്ലിക്കേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സ്ക്രൂ ത്രെഡ് ഫോമിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വി ത്രെഡ് ഫോമും സ്ക്വയർ ത്രെഡും. വി ത്രെഡ്, സ്ക്വയർ ത്രെഡ്. ഈ വി ത്രെഡ് ഫോംസിൽ വരുന്നതാണ് യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് ത്രെഡ്, ISO മെട്രിക് ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്, സെല്ലേസ് ത്രെഡ്. ഇത്രയും ഫോംസ് വി ത്രെഡിൽ വരുന്നതാണ്. യൂണിഫൈഡ് സ്റ്റാൻഡേർഡ് ത്രെഡ്, ISO മെട്രിക് ത്രെഡ്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്, സെല്ലേസ് ത്രെഡ്. ഇനി സ്ക്വയർ ത്രെഡിൽ വരുന്നതാണ് സ്ക്വയർ ത്രെഡ്, ആക്മെ ത്രെഡ്, നക്കിൾ ത്രെഡ്, ബട്ടർ ത്രെഡ്. ഇത്രയും ഫോംസ് സ്ക്വയർ ത്രെഡിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഓരോ ഫോംസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാനുണ്ട്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ വരാറുണ്ട്. അതിൽ ആദ്യം നമ്മൾ ഡിഫറെന്റ് വി ത്രെഡ് ഫോംസിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് യൂണിഫൈഡ് ത്രെഡ്. US കാനഡയിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഫോമാണെന്ത് ഈ യൂണിഫൈഡ് ത്രെഡ് എന്ന് പറയുന്നത്. യൂണിഫൈഡ് ത്രെഡിന്റെ എക്സ്റ്റേണൽ ത്രെഡിന്റെ ഷേപ്പും ഇന്റേണൽ ത്രെഡിന്റെ ഷേപ്പും തമ്മിൽ സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് യൂണിഫൈഡ് ത്രെഡിന്റെ കേസിൽ ത്രെഡിന്റെ ആംഗിൾ എന്ന് പറയുന്നത്, ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രിയാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ കേസിൽ ഓർത്ത് വെക്കേണ്ടത്. ത്രെഡ് ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. യൂണിഫൈഡ് ത്രെഡിന്റെ ക്രസ്റ്റ് ഫ്ലാറ്റൻ ആയിരിക്കും. അതുപോലെ തന്നെ റൂട്ട് എന്തായിരിക്കും? റൗണ്ട് ഓഫ് ചെയ്തിട്ടുണ്ടാകും. ക്രസ്റ്റ് ഫ്ലാറ്റ് ആണ്, റൂട്ട് എന്താണ്? റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് യൂണിഫൈഡ് ത്രെഡിന് ഉണ്ടാവുക. യൂണിഫൈഡ് ത്രെഡിന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ ത്രെഡ് ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം മെട്രിക് ത്രെഡ് അല്ലെങ്കിൽ ISO മെട്രിക് ത്രെഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ത്രെഡ് ഫോമാണ്. അതായത് യൂണിഫൈഡ് ത്രെഡിന്റെ മെട്രിക് സിസ്റ്റത്തിലുള്ള ഒരു അഡോപ്ഷൻ ആണെന്ത് ഈ ഒരു ISO മെട്രിക് ത്രെഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യൂണിഫൈഡ് ത്രെഡിന്റെ മെട്രിക് സിസ്റ്റത്തിലുള്ള ത്രെഡ് ഫോം ആണ് ഈ മെട്രിക് ത്രെഡ് എന്ന് പറയുന്നത്. നമ്മുടെ BIS ഒക്കെ ജനറൽ എഞ്ചിനീയറിംഗ് പർപ്പസിന് സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ഏതാണ്? ഈ മെട്രിക് ത്രെഡ് ആണ്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് മെട്രിക് ത്രെഡ് ആണ്. അതായത് ഈ മെട്രിക് ത്രെഡിന് എങ്ങനെയായിരിക്കും? മെട്രിക് സിസ്റ്റത്തിലായിരിക്കും നമ്മളത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ ഈ മെട്രിക് ത്രെഡിന്റെ കേസിൽ പിച്ച് എന്താണ്? ത്രെഡ് ഓഫ് പിച്ച് ഫിക്സഡ് ആണ്. അതായത് ഇന്റേണൽ ത്രെഡിന്റെയും എക്സ്റ്റേണൽ ത്രെഡിന്റെയും ഷേപ്പ് എന്താണ്? സെയിം ആണ്. നമ്മുടെ യൂണിഫൈഡ് ത്രെഡിന്റെ കേസിൽ ഇന്റേണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും എന്താണ്? അതിന്റെ ഷേപ്പ് സ്ലൈറ്റ്ലി വേരിയിങ് ആയിരുന്നു. ഇവിടെ എന്താണ്? ISO മെട്രിക് ത്രെഡിന്റെ കേസിൽ ഇന്റേണൽ ത്രെഡും എക്സ്റ്റേണൽ ത്രെഡും സെയിം ആണ്, ഷേപ്പ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ പിച്ച് എന്താണ്? പിച്ച് ഫിക്സഡ് ആണ്. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് മെട്രിക് ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ 60 ഡിഗ്രിയാണ്. മെട്രിക് ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. മെട്രിക് ത്രെഡിന്റെ പ്രൊഫൈൽ യൂണിഫൈഡ് ത്രെഡിന്റെ പ്രൊഫൈലിന് സിമിലർ ആണ്. അതായത് ക്രസ്റ്റ് ഫ്ലാറ്റ് ആണ്, റൂട്ട് എന്താണ്? റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് മെട്രിക് ത്രെഡിന് ഉണ്ടാവുക. ത്രെഡ് ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. പിന്നെ ഇവിടെ ഓർത്ത് വെക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് മെട്രിക് ത്രെഡ് നമ്മൾ ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് M എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. M എന്നുള്ള ലെറ്റർ ഫോളോഡ് ബൈ നോമിനൽ ഡയമീറ്റർ ഓഫ് ത്രെഡ് ആണ് മെട്രിക് ത്രെഡ് ഡിസിഗ്നേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഈ നോമിനൽ ഡയമീറ്റർ നമ്മൾ മില്ലിമീറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. M ഫോളോഡ് ബൈ നോമിനൽ ഡയമീറ്റർ ഇൻ മില്ലിമീറ്റർ ആണ് എന്ത്? മെട്രിക് ത്രെഡിന്റെ ഡിസിഗ്നേഷൻ. അതായത് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന M20 എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതൊരു മെട്രിക് ത്രെഡ് ആണ്. അതിന്റെ നോമിനൽ ഡയമീറ്റർ 20 mm ആണ്. അതും ഓർത്ത് വെക്കുക. അപ്പോൾ മെട്രിക് ത്രെഡിന്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ത്രെഡ് ആംഗിൾ 60 ഡിഗ്രിയാണ്. അത് ഡിസിഗ്നേറ്റ് ചെയ്യുന്നത് M എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ്. M ഫോളോഡ് ബൈ നോമിനൽ ഡയമീറ്റർ ഇൻ മില്ലിമീറ്റർ. ഇനി നെക്സ്റ്റ് ത്രെഡ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് ത്രെഡ് അല്ലെങ്കിൽ BSW ത്രെഡ്. ഇതിനെ നമ്മൾ വിത്ത് ത്രെഡ് എന്നും കൂടി പറയും. ഇതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? വിത്ത് ത്രെഡ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇതിന്റെ ത്രെഡ് പ്രൊഫൈൽ. റൂട്ടും ക്രസ്റ്റും എന്താണ്? റൗണ്ട് ഓഫ് ചെയ്ത ഷേപ്പാണ് ഈ ഒരു ത്രെഡിന്റെ പ്രൊഫൈലിന് ഉണ്ടാവുക. റൂട്ടും ക്രസ്റ്റും എന്തായിരിക്കും?
റൗണ്ട് ഓഫ് ചെയ്ത ഷേപ്പാണ്. UK സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ BSW ത്രെഡ് ഫോം ആണ്. UK സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ത്രെഡ് ആംഗിൾ. ത്രെഡ് ആംഗിൾ 55 ഡിഗ്രിയാണ്. BSW ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 55 ഡിഗ്രിയാണ്. അതുപോലെ ഇവിടുന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ആക്ച്വൽ ഡെപ്ത് ഓഫ് BSW ത്രെഡ്. BSW ത്രെഡിന്റെ ആക്ച്വൽ ഡെപ്ത് എന്ന് പറയുന്നത് 0.64 ടൈംസ് പിച്ച് ഓഫ് ത്രെഡ് ആണ്. 0.64 ടൈംസ് പിച്ച് ആണെന്ത് ആക്ച്വൽ ഡെപ്ത് ഓഫ് BSW ത്രെഡ്. അപ്പോൾ BSW ത്രെഡിന്റെ കേസിൽ അതിനെ നമ്മൾ വിത്ത് ത്രെഡ് എന്ന് കൂടി പറയും. അതിന്റെ ത്രെഡ് ആംഗിൾ 55 ഡിഗ്രി ആണ്. ആക്ച്വൽ ഡെപ്ത് 0.64 ടൈംസ് പിച്ച് ആണ്. അത്രയും കാര്യങ്ങൾ BSW ത്രെഡിന്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് സെല്ലേഴ്സ് ത്രെഡ്. അമേരിക്കൻ സ്റ്റാൻഡേർഡ് സ്ക്രൂ ത്രെഡ് ഫോം ആണ് സെല്ലേഴ്സ് ത്രെഡ്. സെല്ലേഴ്സ് ത്രെഡിന്റെ കേസിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെല്ലേഴ്സ് ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ 60 ഡിഗ്രി ആണ്. അതിന്റെ ക്രസ്റ്റ് ഫ്ലാറ്റ് ആണ്. റൂട്ട് എന്താണ്? റൗണ്ടഡ് ഷേപ്പ് ആണ്. അങ്ങനെയാണ് അതിന്റെ പ്രൊഫൈൽ ഉണ്ടാവുക. ഇവിടെ നമ്മൾ ആകെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സെല്ലേഴ്സ് ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ 60 ഡിഗ്രി ആണ്. അത്രയും കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ത്രെഡ് BA ത്രെഡ്, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. BA ത്രെഡിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെയാണ്. BA ത്രെഡിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ് ത്രെഡ് ആംഗിൾ. BA ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ 47.5 ഡിഗ്രിയാണ്. BA ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എത്രയാണ്? 47.5 ഡിഗ്രി. ഇനി ഇവിടുന്ന് വരുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ച്വൽ ഡെപ്ത് ഓഫ് BA ത്രെഡ്. BA ത്രെഡിന്റെ ആക്ച്വൽ ഡെപ്ത് 0.6 ടൈംസ് പിച്ച് ആണ്. 0.6 ടൈംസ് പിച്ച്. ആക്ച്വൽ ഡെപ്ത് ഈസ് ഈക്വൽ ടു 0.6 ടൈംസ് പിച്ച് ആണ് BA ത്രെഡിന്റെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. BSW ത്രെഡിന്റെ 0.64 ടൈംസ് പിച്ച് ആണെങ്കിൽ BA ത്രെഡിന്റെ 0.6 ടൈംസ് പിച്ച് ആണ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടൂൾ മേക്കേഴ്സ് ബട്ടണിൽ വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 4 BA ത്രെഡുകളാണ്. BA ത്രെഡുകളാണ് വർക്ക് പീസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ടൂൾ മേക്കേഴ്സ് ബട്ടണിൽ ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അത് ഓർത്ത് വെക്കുക. ടൂൾ മേക്കേഴ്സ് ബട്ടണിൽ ഉപയോഗിക്കുന്ന ഏതാണ്? BA ത്രെഡ് ആണ്. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് V ത്രെഡ് ഫോംസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സ്ക്വയർ ത്രെഡ് ഫോംസിനെ പറ്റിയാണ്. അതിൽ ആദ്യത്തേത് സ്ക്വയർ ത്രെഡ്. സ്ക്വയർ ത്രെഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊഫൈലാണ് സ്ക്വയർ ത്രെഡിന് ഉണ്ടാവുക. അതായത് ഇതിന്റെ ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത് എന്തിന് പെർപെൻഡിക്കുലർ ആയിരിക്കും? ആക്സിസ് ഓഫ് ത്രെഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് എന്ന് പറയുന്നത്. ആക്സിസ് ഓഫ് ത്രെഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും ഫ്ലാങ്ക് അല്ലെങ്കിൽ സൈഡ് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ക്വയർ ത്രെഡ് ഫോം ആണ് പവർ ട്രാൻസ്മിഷന് ഏറ്റവും ഐഡിയൽ ത്രെഡ് ഫോം എന്ന് പറയുന്നത്. പവർ ട്രാൻസ്മിഷന് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ത്രെഡ് ഫോം എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ത്രെഡ് ഫോം ആണ്. രണ്ട് ഡയറക്ഷനിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ത്രെഡുകളാണ് എന്ത്? സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. ഐദർ ഡയറക്ഷൻ, അതായത് രണ്ട് ഡയറക്ഷനിലേക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ത്രെഡുകളാണ് സ്ക്വയർ ത്രെഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഫ്ലാങ്ക് നമ്മൾ പറഞ്ഞു എന്താണ്? ആക്സിസിന് റൈറ്റ് ആംഗിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഫോഴ്സിന്റെ ഈ ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ റേഡിയൽ കമ്പോണന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയൽ കമ്പോണന്റ് 0 ആയിരിക്കും. ഫ്ലാങ്ക് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ റേഡിയൽ കമ്പോണന്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി ഈ സ്ക്വയർ ത്രെഡിന്റെ ഡെപ്ത് ഓഫ് ത്രെഡും വിഡ്ത്ത് ഓഫ് ത്രെഡും ഈക്വൽ ആയിരിക്കും. അത് ഹാഫ് പിച്ച് ആയിരിക്കും. 0.5 ടൈംസ് പിച്ച് ആയിരിക്കും ഡെപ്ത് ഓഫ് ത്രെഡും വിഡ്ത്ത് ഓഫ് ത്രെഡും. ഇനി ഇവിടെ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ആപ്ലിക്കേഷൻസിലാണ്. പവർ പ്രസ്, സ്ക്രൂ ജാക്ക്, ഇതിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? സ്ക്വയർ ത്രെഡ്. പവർ പ്രസ്സിൽ, സ്ക്രൂ ജാക്കിലൊക്കെ സ്ക്വയർ ത്രെഡ് ആണ്. അതായത് പവർ ട്രാൻസ്മിഷനിൽ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത് സ്ക്വയർ ത്രെഡ് ഫോം ആണ്. അതുകൊണ്ട് തന്നെ പവർ പ്രസ്സിലും സ്ക്രൂ ജാക്കിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ്? സ്ക്വയർ ത്രെഡ് ആണ്. ഇനി നെക്സ്റ്റ് ത്രെഡ് ഏക്മെ ത്രെഡ്. ഏക്മെ ത്രെഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടുന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഈ ഏക്മെ ത്രെഡ് എന്ന് പറയുന്നത് സ്ക്വയർ ത്രെഡിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. സ്ക്വയർ ത്രെഡിന്റെ 1-2 മോഡിഫൈഡ് ഫോം ഓഫ് ത്രെഡുകൾ ഉണ്ട്. അതിലൊന്നാണ് എന്ത്? ഏക്മെ ത്രെഡ് എന്ന് പറയുന്നത്. സ്ക്വയർ ത്രെഡിൽ എന്തായിരുന്നു? ഫ്ലാങ്ക് ആക്സിസിന് നോർമൽ ആയിരുന്നു. സൈഡ് അല്ലെങ്കിൽ ഫ്ലാങ്ക് എന്ന് പറയുന്നത്
ആക്സിസിന് നോർമൽ ആയിരുന്നു. ആക്മെ ത്രെഡിൽ ഫ്ലാങ്ക് ആക്സിസിന് ഒരു പർട്ടിക്കുലർ ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആണ്. അതാണ് ഇവിടെയുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആക്മെ ത്രെഡ് കട്ട് ചെയ്യാൻ എന്താണ് സ്ക്വയർ ത്രെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈസിയർ ആണ് എന്ത് ആക്മെ ത്രെഡ് കട്ട് ചെയ്യാൻ. അതുപോലെ ആക്മെ ത്രെഡിന്റെ റൂട്ടിന്റെ വിഡ്ത്ത് കൂടുതലായതുകൊണ്ട് ഇത് സ്ക്വയർ ത്രെഡിനേക്കാൾ സ്ട്രോങ്ങർ ഫോം ഓഫ് ത്രെഡ് ആണ്. ആക്മെ ത്രെഡിന്റെ റൂട്ടിന്റെ വിഡ്ത്ത് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതെന്താണ് സ്ക്വയർ ത്രെഡിനേക്കാൾ സ്ട്രോങ്ങർ ആണ്. നമ്മുടെ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ആക്മെ ത്രെഡിന്റെ ആപ്ലിക്കേഷൻ. നമ്മുടെ ലീഡ് സ്ക്രൂ, ലെയ്ത്തിലെ ലീഡ് സ്ക്രൂ, അതുപോലെ ബെഞ്ച് വേസ്, ഇതിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത് ആക്മെ ത്രെഡ് ആണ്. ലെയ്ത്തിന്റെ ലീഡ് സ്ക്രൂ, ബെഞ്ച് വേസിലൊക്കെ യൂസ് ചെയ്യുന്നത് ആക്മെ ത്രെഡ് ആണ്. പിന്നെ ഇവിടുന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ത്രെഡ് ആംഗിൾ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ആക്മെ ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് 29 ഡിഗ്രിയാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ആക്മെ ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എത്രയാണ്? 29 ഡിഗ്രിയാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ ഡെപ്ത് ഓഫ് ത്രെഡ്. ഡെപ്ത് ഓഫ് ത്രെഡ് 0.5 ടൈംസ് പിച്ച് പ്ലസ് 0.25 mm ആണ് ഡെപ്ത് ഓഫ് ത്രെഡ് ഓഫ് ആക്മെ ത്രെഡ് എന്ന് പറയുന്നത്. ഇനി തിക്നെസ് ഓഫ് ത്രെഡ് അറ്റ് ക്രസ്റ്റ്, ക്രസ്റ്റിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് 0.37 ടൈംസ് പിച്ച് ആണ്. ആക്മെ ത്രെഡിന്റെ ക്രസ്റ്റിലുള്ള തിക്നെസ് എന്ന് പറയുന്നത് 0.37 ടൈംസ് പിച്ച് ആണ്. ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം വേം ത്രെഡ്. വേം ത്രെഡ് എന്ന് പറയുന്നത് ആക്മെ ത്രെഡിന്റെ സെയിം പ്രൊഫൈൽ തന്നെയാണ് വേം ത്രെഡിന് ഉണ്ടാവുക. അതിന്റെ ത്രെഡ് ആംഗിൾ 29 ഡിഗ്രി തന്നെയാണ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്. വേം ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എത്രയാണ്? 29 ഡിഗ്രിയാണ് വേം ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ. വേം ത്രെഡിന്റെ കേസിൽ ഡെപ്ത് ഓഫ് ത്രെഡ് ആക്മെ ത്രെഡിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിരിക്കും. ആക്മെ ത്രെഡിന്റെ ഡെപ്ത് ഓഫ് ത്രെഡ് എന്ന് പറയുന്നത് 0.6889 ടൈംസ് പിച്ച് ആണ്, അല്ലെങ്കിൽ 0.69 ടൈംസ് പിച്ച് ആണെന്ത് വേം ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പൊ വേം ത്രെഡിന്റെ പ്രൊഫൈൽ എന്തായിരിക്കും? ആക്മെ ത്രെഡിന്റെ സിമിലർ ആയിട്ടുള്ള പ്രൊഫൈൽ തന്നെയാണ് വേം ത്രെഡിന്റെ. ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം നക്കിൾ ത്രെഡ്. നക്കിൾ ത്രെഡും സ്ക്വയർ ത്രെഡിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. സ്ക്വയർ ത്രെഡിന്റെ മറ്റൊരു മോഡിഫിക്കേഷൻ ആണ് എന്ത് നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. നക്കിൾ ത്രെഡില് സ്ക്വയർ ത്രെഡിന്റെ കോർണേഴ്സ് റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഫൈലാണ് ഉണ്ടാവും. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ കോർണേഴ്സ് എന്തായിരിക്കും? റൗണ്ട് ഓഫ് ചെയ്തിരിക്കും. കോർണേഴ്സ് 0.25 ടൈംസ് പിച്ച് റേഡിയസിൽ റൗണ്ട് ഓഫ് ചെയ്തിരിക്കുന്ന പ്രൊഫൈലാണ് നക്കിൾ ത്രെഡിന് ഉണ്ടാവുക. നക്കിൾ ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ് നക്കിൾ ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ 29 ഡിഗ്രി എന്ന് കാണാറുണ്ട്. ത്രെഡ് ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. ഡെപ്ത് ഓഫ് ത്രെഡ് 0.5 ടൈംസ് പിച്ച് ആണ്. നക്കിൾ ത്രെഡിന്റെ ഡെപ്ത് ഓഫ് ത്രെഡ് 0.5 ടൈംസ് പിച്ച് ആണ്. അതുപോലെ ഹെവി വെയറും റഫ് യൂസേജിനൊക്കെ പറ്റിയ ടൈപ്പ് ത്രെഡ് ആണെന്ത് ഈ നക്കിൾ ത്രെഡ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആപ്ലിക്കേഷനും ഇമ്പോർട്ടന്റ് ആണ്. ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. റെയിൽവേ കാരേജ് കപ്ലറിൽ യൂസ് ചെയ്യുന്നത് നക്കിൾ ത്രെഡ് ആണ്. അതുപോലെ ഇലക്ട്രിക് ബൾബിന്റെ ത്രെഡുകൾ, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ബൾബിന്റെ ത്രെഡ് എന്താണ്? ഈ നക്കിൾ ത്രെഡ് ആണ്. ഇനി നെക്സ്റ്റ് ത്രെഡ് ഫോം ബട്ടർസ് ത്രെഡ്. ഈ ബട്ടർസ് ത്രെഡ് എന്ന് പറയുന്നത് ട്രയാങ്കുലർ ത്രെഡ് അല്ലെങ്കിൽ വി ത്രെഡ് ഫോമിന്റെയും സ്ക്വയർ ത്രെഡ് ഫോമിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ബട്ടർസ് ത്രെഡ്. ബട്ടർസ് ത്രെഡിന്റെ ഒരു ഫ്ലാങ്ക് എന്തായിരിക്കും? ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഒരു ഫ്ലാങ്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും. ഒരു ഫ്ലാങ്ക് ത്രെഡ് ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഒരു ഫ്ലാങ്ക് എന്തായിരിക്കും? ഇൻക്ലൈൻഡ് ആയിരിക്കും. ഈ ആംഗിൾ ബിറ്റ്വീൻ ഫ്ലാങ്ക് അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 45 ഡിഗ്രിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ബട്ടർ ത്രെഡിന്റെ കേസിൽ ത്രെഡ് ആംഗിൾ 45 ഡിഗ്രിയാണ്. ഈ ഒരു പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ഡയറക്ഷനിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ്, അതായത് ഈ ത്രെഡ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എപ്പോഴാണ്? ഓൺലി വെൻ ദ ഫോഴ്സ് ആക്ട് എൻറ്റയർലി ഇൻ വൺ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കണ്ടീഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ത്രെഡ് ഫോം ആണ് എന്ത്? ബട്ടർസ് ത്രെഡ്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻസും കൂടി ഓർത്ത് വെക്കുക. കാർപ്പന്റേഴ്സ് വൈസിൽ യൂസ് ചെയ്യുന്നത് ബട്ടർസ് ത്രെഡ് ആണ്. കാർപ്പന്റേഴ്സ് വൈസിൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? ബട്ടർസ് ത്രെഡ് ആണ്. ആക്ച്വൽ ഡെപ്ത് ഓഫ് ത്രെഡ് 0.75 ടൈംസ് പിച്ച് ആണ് ബട്ടർസ് ത്രെഡിന്റെ. അപ്പോൾ ബട്ടർസ് ത്രെഡിന്റെ കേസിൽ ബട്ടർസ് ത്രെഡ് എന്ന് പറയുന്നത് എന്താണ്? വി ത്രെഡിന്റെയും സ്ക്വയർ ത്രെഡിന്റെയും ഒരു കോമ്പിനേഷൻ ആണ്. ഒരു ഫ്ലാങ്ക് എന്താണ്? ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്, മറ്റൊന്ന്
ആക്സിന് ഇൻക്ലൈൻഡ് ആണ്. ത്രെഡ് ആംഗിൾ 45 ഡിഗ്രി ആണ്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രം ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കണ്ടീഷനിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈപ്പ് ത്രെഡ് ഫോം ആണ് എന്ത്? ബട്ടർസ് ത്രെഡ്. ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഇമ്പോർട്ടന്റ് ത്രെഡ് ഫോമുകളും അതിന്റെ ത്രെഡ് ആംഗിളും അതിന്റെ ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻസും ആണ്. ആദ്യത്തേത് ഐസോമെട്രിക് ത്രെഡ്. ഐസോമെട്രിക് ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ എത്രയായിരുന്നു? നമ്മൾ പറഞ്ഞു 60 ഡിഗ്രി ആണ് ത്രെഡ് ആംഗിൾ. ജനറൽ എഞ്ചിനീയറിംഗ് പർപ്പസുകൾക്കാണ് ഐസോമെട്രിക് ത്രെഡ് ഉപയോഗിക്കുന്നത്. BIS സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നത് ഏതാണ്? ഐസോമെട്രിക് ത്രെഡ്. ഇനി BSW ത്രെഡ് അതിന്റെ ത്രെഡ് ആംഗിൾ 55 ഡിഗ്രി ആണ്. UK സ്റ്റാൻഡേർഡ് ത്രെഡ് ഫോം ആയിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് BSW ത്രെഡ്. ഇനി ഈ BSW ത്രെഡിന്റെ മോഡിഫിക്കേഷനിൽ വരുന്നതാണ്, അല്ലെങ്കിൽ BSW ത്രെഡിന്റെ തന്നെ വേറൊരു ഫോമാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്. അതായത് ഇതിന്റെ പിച്ച് എന്തായിരിക്കും? വളരെ ഫൈൻ പിച്ച് ആയിരിക്കും, വളരെ ചെറിയ പിച്ച് ആയിരിക്കും ഉണ്ടാവുക. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്. അതിന്റെയും ത്രെഡ് ആംഗിൾ 55 ഡിഗ്രിയാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻസ് ചോദിക്കാറുണ്ട്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പ്രിസിഷൻ കമ്പോണൻസിന്റെ ആപ്ലിക്കേഷൻസിൽ വരുന്നതാണ് എന്ത്? ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് ഫൈൻ ത്രെഡ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ്. ഇതിന്റെയും ത്രെഡ് ആംഗിൾ എത്രയാണ്? 55 ഡിഗ്രിയാണ്. ത്രെഡ് ആംഗിൾ 55 ഡിഗ്രിയാണ്. പൈപ്പ് ഫിറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നത് എന്താണ്? ഈ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് ആണ്. ത്രെഡ് ആംഗിൾ 55 ഡിഗ്രിയാണ്. പൈപ്പ് ഫിറ്റിംഗ്സിലാണ് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് പൈപ്പ് ത്രെഡ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് BA ത്രെഡ് നമ്മൾ പറഞ്ഞു ത്രെഡ് ആംഗിൾ 47.5 ഡിഗ്രിയാണ്. ടൂൾ മേക്കേഴ്സ് ബട്ടൺസിൽ വർക്ക് പീസിനെ പൊസിഷനിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? BA ത്രെഡ് ആണ്. ഇനി സ്ക്വയർ ത്രെഡിന്റെ കേസിൽ സ്ക്വയർ ത്രെഡിന്റെ ആപ്ലിക്കേഷൻ വരുന്നത് ഏതാണ്? സ്ക്രൂ ജാക്കിലും പവർ പ്രസ്സിലുമാണ് സ്ക്വയർ ത്രെഡിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ആക്മെ ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ 29 ഡിഗ്രിയാണ്. ലെയ്ത്തില് അതുപോലെ ബെഞ്ച് വേസിലൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ആക്മെ ത്രെഡ് ആണ്. ലെയ്ത്തിന്റെ ലീഡ് സ്ക്രൂവില് ബെഞ്ച് വേസിൽ ഒക്കെ ഉപയോഗിക്കുന്നത് ആക്മെ ത്രെഡ് ആണ്. ഇനി നക്കിൾ ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ 30 ഡിഗ്രിയാണ്. റെയിൽവേ കാരേജ് കപ്ലറിൽ അതുപോലെ ഇലക്ട്രിക് ബൾബുകളിൽ പിന്നെ ഹോസുകൾ ഫ്ലെക്സിബിൾ ഹോസസിലൊക്കെ ഉപയോഗിക്കുന്നത് നക്കിൾ ത്രെഡ് ആണ്. അടുത്തതാണ് ബട്ടർ ത്രെഡിന്റെ ത്രെഡ് ആംഗിൾ 45 ഡിഗ്രിയാണ്. കാർപ്പൻറ്റേഴ്സ് വൈസിലാണ് ഇത് വരുന്നത്? ബട്ടർ ത്രെഡിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ത്രെഡിന്റെ കൺവെൻഷണൽ റെപ്രസെന്റേഷൻ ആണ്. എക്സ്റ്റേണൽ ത്രെഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആയിട്ടാണ് നമ്മൾ വരക്കുന്നത്. ത്രെഡിന്റെ ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് ആയിട്ടും റൂട്ട് കണ്ടിന്യൂസ് തിൻ ലൈൻസും ആയിട്ടാണ് റൂട്ട് വരക്കുന്നത്. അതുപോലെ സൈഡ് വ്യൂവില് ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് സർക്കിളും റൂട്ട് 3/4 ക്വാർട്ടറിനേക്കാൾ കൂടുതലുള്ള ഒരു പാർഷ്യൽ സർക്കിളുമായിട്ടാണ്, അതായത് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു സർക്കിൾ തിൻ ലൈൻസും ഉണ്ട് 3/4 ക്വാർട്ടറിനേക്കാൾ കൂടുതലുള്ള ഒരു പാർഷ്യൽ സർക്കിൾ വെച്ചിട്ടാണ് നമ്മൾ റൂട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഈ എക്സ്റ്റേണൽ ത്രെഡിന്റെ യൂസ്ഫുൾ ലിമിറ്റ് നമ്മൾ ഒരു കണ്ടിന്യൂസ് തിക്ക് ലൈൻസ് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ ത്രെഡിന്റെ ഇൻകംപ്ലീറ്റ് ത്രെഡ് ഫോം ഇതുപോലെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ വെച്ചിട്ടും റെപ്രസെന്റ് ചെയ്യുന്നു. ഇതാണ് ഒരു ത്രെഡിന്റെ എക്സ്റ്റേണൽ ത്രെഡിന്റെ കൺവെൻഷണൽ റെപ്രസെന്റേഷനിൽ വരുന്നത്. ഇനി ഇന്റേണൽ ത്രെഡിന്റെ റെപ്രസെന്റേഷൻ വരുമ്പോൾ ഇന്റേണൽ സ്ക്രൂ ത്രെഡ് നമ്മൾ ക്രസ്റ്റും റൂട്ടും ഹിഡൻ ലൈൻസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു ഫിഗറിൽ കാണിച്ചതുപോലെ ഹിഡൻ ലൈൻസ് വെച്ചിട്ടാണ് ക്രസ്റ്റും റൂട്ടും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സൈഡ് വ്യൂയിലാണെങ്കിൽ നമ്മൾ ക്രസ്റ്റ് ഒരു കണ്ടിന്യൂസ് സർക്കിൾ വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഫുൾ സർക്കിൾ വെച്ചിട്ടും റൂട്ട് 3/4 ക്വാർട്ടറിനേക്കാൾ കൂടുതലുള്ള ഒരു ബ്രോക്കൺ സർക്കിൾ വെച്ചിട്ടുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഒരു ത്രെഡ് ഫോമിൽ നമ്മൾ ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ കൊടുത്താൽ, അതായത് M×50×2F×RH എന്ന് വെച്ചാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതൊരു മെട്രിക് ത്രെഡ് ആണ്. അതിന്റെ നോമിനൽ ഡയമീറ്റർ 50 mm ആണ്. പിന്നെയുള്ള 2 എന്നുള്ള ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിന്റെ പിച്ചാണ്. 50×2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 mm നോമിനൽ ഡയമീറ്റർ, 2 mm പിച്ച് എന്നാണ്. F ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫൈൻ പിച്ച് എന്നാണ്. RH എന്ന് കൊടുത്തിരിക്കുന്നതിൽ RH ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് ത്രെഡ് എന്നാണ്. അപ്പോൾ ഈ റെപ്രസെന്റേഷൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇതൊരു മെട്രിക് ത്രെഡ് ആണ്. അതിന്റെ നോമിനൽ ഡയമീറ്റർ 50 mm ആണ്. പിച്ച് 2 mm ആണ്. ഫൈൻ പിച്ച് ആണ്.
റൈറ്റ് ഹാൻഡ് ത്രെഡാണ്. ഇനി M50 × 2C × LH എന്ന് വെച്ചാൽ എന്താണ്? മെട്രിക് ത്രെഡ് ആണ്. 50 mm ആണ് നോമിനൽ ഡയമീറ്റർ, 2 mm ആണ് പിച്ച്, കോസ് പിച്ച് ആണ്, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണ്. കോസ് ത്രെഡ് ആണ്, ലെഫ്റ്റ് ഹാൻഡ് ത്രെഡ് ആണ്.